ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ എങ്കിലും ആവശ്യമാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. ആദ്യം അലൈറ്റ് മോഷൻ എടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആസ്പെക്ട് റേഷ്യോ 9.16 സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആഡ് ചെയ്തെടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ ആ വീഡിയോ ആഡ് ചെയ്തെടുക്കുക. വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണമല്ലോ. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ചെന്ന ശേഷം ഓൾ കൊടുക്കുക. അന്നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ളൊരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വരെ നമ്മുടെ മുകളിൽ കാണുന്ന വീഡിയോയുടെ ലെങ്ത് അവിടെ വരെ എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ സോങ്ങിൻ്റെ ലെവലെത്തിയിട്ട ശേഷം സോങ് കട്ട് ചെയ്ത് കളയുക. വീഡിയോ അല്ല, സോങ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ജസ്റ്റ് നമുക്കൊരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം. ബീറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടെക്സ്റ്റ് ഇവിടെ വെച്ച് തുടങ്ങണം എന്ന് മാത്രം അനുസരിച്ച് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഓണം മാറ്റിയിട്ട് ജസ്റ്റ് ബർത്ത്ഡേ വീഡിയോ ആണെങ്കിൽ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ടെല്ലാം കൊടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. അതിനകത്ത് Z എന്ന് പറയുന്നത് കാണുന്നുള്ള Z സെലക്ട് ചെയ്ത ശേഷം അത് മാക്സിമം സൂം ഔട്ട് ആക്കി കൊടുക്കുക. ഇതുപോലെ മാക്സിമം സൂം ഔട്ട് ആക്കി കൊടുക്കുക. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കൂടുന്ന കാണാൻ സാധിക്കും. ഞാനൊരു 5000-ന് മുകളിലാണ് വെക്കുന്നത്. 5000 വരെ എത്തിയ ശേഷം നമുക്ക് ടെക്സ്റ്റൊക്കെ അതിൻ്റെ മുകളിലോട്ടാണ് വരുന്നത്. അത് എത്തിയ ശേം മൂന്നാമത് സൂം ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെക്കുക. അപ്പോൾ നമുക്ക് Z-ൻ്റെ വാല്യൂ 5000 ആയിരിക്കണം. ഇത് സൂമിൻ ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്ത ശേഷം നമുക്കിനി എഴുതി കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എടുത്ത ശേഷം നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് കറക്റ്റായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന അലൈൻമെൻറ്റ് സെൻറ്ററിൽ കൊടുക്കുക. ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കളർ പ്യുവർ വൈറ്റും ആക്കി കൊടുക്കുക. 18 PT കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈസ് 18 PT കാണുന്നുണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ സൈസ് ആവശ്യാനുസരണം കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് അതിനകത്ത് Z-ൻ്റെ വാല്യൂ ആണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അതിന് ടെക്സ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടി കയറ്റി വെക്കുക. അതായത് ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് കൂടുതൽ വെക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് Z എന്ന് പറയുന്ന വാല്യൂ, Z-ൻ്റെ വാല്യൂ ആണ് കൂടുന്നത്. അത് മാക്സിമം സൂമിൻ ആക്കി കൊടുക്കുക. ഇതുപോലെ സൂമിൻ ആക്കി കൊടുത്ത ശേഷം ടെക്സ്റ്റ് കാണാൻ മേലത്തെ പോലെ വെക്കുക. കുറച്ച് മാത്രം കയറ്റി വെക്കുക. കയറ്റി വെച്ച ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. അതിനുശേഷം ആ ടെക്സ്റ്റിൻ്റെ എൻഡ് എത്തിയ ശേഷം നമ്മൾ Z-ൻ്റെ വാല്യൂ സൂം ഔട്ട് ആക്കി കൊടുക്കുക. സൂം ഇന്നാക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വാല്യൂ കുറയ്ക്കാൻ നേരത്തെ ടെക്സ്റ്റ് ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിൽ കുറച്ച് ഡ്രാഗ് ചെയ്ത് പുറകോട്ട് ഇങ്ങനെ കുറച്ച് കയറ്റി വെക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് നമുക്കൊരു എഫക്റ്റ് കൂടി കൊടുക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ. ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം എഫക്റ്റ് എടുത്തിട്ട് ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞ ബ്ലർ എഫക്റ്റ് ഉണ്ട്, അത് കൊടുക്കുക. അതിനായിട്ട് GA എന്ന് ടൈപ്പ് ചെയ്യുക. ഗോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം അതിന് സ്ട്രെങ്ത് കാണുന്നുണ്ടോ, സ്ട്രെങ്ത് ഒരു 400-ൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക. 0.400 കൊടുത്ത ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അത് ലാസ്റ്റിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. രണ്ടാമത് കൊടുക്കുന്ന കീയുടെ വാല്യൂ 0.00 തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ബ്ലർ എഫക്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഫസ്റ്റത്തെ ടെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി ചെയ്ത് കാണുന്നുണ്ടല്ലോ. അതിനുശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ കോപ്പി എടുക്കുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക. വീണ്ടും നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക.
അതിനുശേഷം വീണ്ടും ഇത് എൻഡ് വരെ ഇതുപോലെ ചെയ്താൽ മതി. ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരാൻ നേരത്ത് കുറച്ച് കൂടുതൽ വെക്കുക. അത് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കൂടുതൽ വെച്ച ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കുറച്ച് ദൂരം കൂട്ടുക. വീണ്ടും നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ദൂരം വെച്ച ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എത്തിക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. വീണ്ടും നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക. സ്റ്റാർട്ടിങ് അല്ല ബീറ്റ് മാർക്ക് തന്നെ ആയിരിക്കും. എൻഡ് മാത്രം കുറച്ച് കയറ്റി വെക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ടെക്സ്റ്റൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. കറക്റ്റായിട്ട് എൻഡ് വരെ ഇതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റിലത്തെ ഹാപ്പി ബർത്ത്ഡേ കൊടുത്തു. രണ്ടാമത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. ഹാപ്പി ബർത്ത്ഡേ മാറ്റിയ ശേഷം നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. വിഷിങ് വേണമെങ്കിൽ വിഷിങ് കൊടുക്കുക. എന്ത് വേണമെങ്കിലും ഞാനൊരു ഫോർ എക്സാമ്പിൾ രാഹുൽ എന്നുള്ള പേര് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്തായിട്ട് എന്തെങ്കിലും വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കുക. എൻഡ് വരെ ചെയ്ത ശേഷം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കുക. എൻഡ് വരെ ഇതുപോലെ ഒരു ടെസ്റ്റ് എടുക്കുക, എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്ലൈ ചെയ്യുന്നതൊക്കെ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. ഇനി നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.